തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനവും സ്വയം വിമർശനവും തുടർന്ന് CPM നേതാക്കൾ. LDF അല്ലാതെ മറ്റാരെന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മുതൽ പിഴച്ചെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും രാജീവിന്റെ തുറന്നു പറച്ചിൽ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ MP ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ MP ഗോവിന്ദന്റെ പേര് പറയാതെ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഔചിത്യം പാലിക്കണമെന്നായിരുന്നു. താനായിരുന്നുവെങ്കിൽ അത് പാലിക്കുമായിരുന്നു. മലപ്പുറത്ത് നടന്ന EMSന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MA ബേബി. ചിലര് അവരുടെ അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കും. അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അതേസമയം ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ ഒരുപക്ഷെ അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. ആ ഒരു വശമുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും. അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങൾ നൽകും. സുനിൽ, തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM ഇപ്പോഴും ആ തോൽവി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തോൽവിയിലേക്ക് നയിച്ചത് എന്ന ഒരു വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് അവർ. അതിനിടെയാണ് ഈ നേതാക്കളുടെ ഈ തുറന്നു പറച്ചിൽ. ചിലരെങ്കിലും സ്വയം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തണമെന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരുവരുടെയും പരാമർശങ്ങൾ എത്ര കണ്ട് പ്രസക്തമാണ് സുനിൽ? തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പറയാനുണ്ട് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നത്. അതായത് നേരത്തെ 2 തവണ CPM നേതൃതലത്തിൽ തന്നെ എങ്ങനെ തോറ്റു എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ച നടത്തിയിരുന്നു. ആദ്യം കഴിഞ്ഞ മാസം 17-18 തീയതികളിലാണ് CPMന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയും തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. ആ ചർച്ചയിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം താഴെത്തട്ട് മുതൽ തന്നെ ചർച്ച വരട്ടെ, കാരണങ്ങൾ അവർ വിശദീകരിക്കട്ടെ എന്നതായിരുന്നു. അങ്ങനെ ഒരു ചോദ്യാവലി അടക്കം താഴെത്തട്ടിലേക്ക് ബ്രാഞ്ച് മുതൽ തന്നെ പാർട്ടി അയച്ചു നൽകുകയും അത് വലിയ തോതിൽ ചർച്ച ചെയ്ത് ആ ചർച്ചകളുടെ ഒരു ക്രോഡീകരണം എന്ന നിലയ്ക്ക് എല്ലാ ജില്ലാ കമ്മിറ്റികളോടും സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള ചർച്ച താഴെത്തട്ട് മുതൽ നടക്കുന്നത്. അത് പക്ഷേ ബ്രാഞ്ച് തലം മുതൽ തന്നെ വലിയ തോതിലുള്ള വിമർശനം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉണ്ടായി. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനെതിരെയും ആ വിമർശനങ്ങൾ കടുക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു. പക്ഷേ ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ വിമർശനങ്ങളുടെ ഒരു കണ്ടന്റ് എത്തുമ്പോഴേക്കും പക്ഷേ ആ വിമർശനങ്ങളുടെ കട്ടി കുറയുന്ന അല്ലെങ്കിൽ അതിന്റെ കനം കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ വിമർശനങ്ങളിലൊന്നും പക്ഷേ പാർട്ടി സെക്രട്ടറിക്കും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമെതിരെയുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു. എന്തായാലും അതിനുശേഷം ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടി സെക്രട്ടറി ഇക്കഴിഞ്ഞ 7-8 തീയതികളിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിക്കുന്നു. അത് വിശദമായി ചർച്ച ചെയ്യുന്നു. അതിനുശേഷം പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു. കുറെ വിശകലനങ്ങൾ, അല്ലെങ്കിൽ പാർട്ടി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തത്, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നത് സംബന്ധിച്ച് കുറെ വിശദീകരണങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. ആ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് വലിയ ആഴത്തിലുള്ള പരിക്ക് പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നേതൃതലത്തിൽ തന്നെ
അത് സംബന്ധിച്ച് അവർക്ക് ധാരണയുണ്ട്, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന 2 വിമർശനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ സംസ്ഥാന നേതൃയോഗം റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃയോഗം ചർച്ച ചെയ്യുന്നത് 7-8 തീയതികളിലാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് 13-14 തീയതികളിൽ മലപ്പുറത്ത് EMSന്റെ ലോകം എന്ന പേരിൽ ഒരു സെമിനാർ നടക്കുന്നു. ആ സെമിനാറിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും നിരവധി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കം പങ്കെടുക്കുന്ന നിരവധി പേർ, പ്രത്യേകിച്ച് പി രാജീവിനൊപ്പം തോമസ് ഐസക് ഉണ്ട്, CS സുജാതയുണ്ട്, അവരൊക്കെ പങ്കെടുക്കുന്ന വേദിയിൽ നിന്നുകൊണ്ടാണ് പി രാജീവ് അതിരൂക്ഷമായി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്ക് പറ്റിയ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി പറയുന്നത്. അത് ആ പഴയ മുദ്രാവാക്യത്തിൽ തന്നെ തുടങ്ങി. അതായത് പാർട്ടി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതായിരുന്നു. ആ മുദ്രാവാക്യം തന്നെ പിഴച്ചു എന്നാണ് രാജീവ് പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നിരവധിയായ കാര്യങ്ങൾ താഴെത്തട്ടിൽ ഈ മധ്യവർഗത്തെ ഉൾക്കൊള്ളുന്നതിൽ പാർട്ടിക്ക് വലിയ തെറ്റ് സംഭവിച്ചു. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചു. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി നിലപാടെടുക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ബോധം, മതനിരപേക്ഷതയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ അതിശക്തമായ നടപടി എടുക്കുന്നില്ല, നിലപാടെടുക്കുന്നില്ല എന്നൊരു പൊതുബോധം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് വെള്ളാപ്പള്ളി നടേശന്റെ വിഷയമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ തീവ്ര വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ അതിശക്തമായി പാർട്ടി പ്രതികരിക്കാതിരുന്നത് തെറ്റായിപ്പോയി.